അവൾ എന്നും രാവിലെ എണീക്കും. ഹൗ ഡു വി സേ ദിസ്? ഷീ ഓൾവേസ് വേക്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. എന്നും എന്ന് പറയാൻ ഓൾവേസ്. അങ്ങനെയാണെങ്കിൽ അവള് പൊതുവെ ബസ് എടുത്തിട്ടാണ് ഓഫീസിൽ പോകാൻ എങ്ങനെ പറയാ? ഷീ യൂഷ്വലി ടേക്സ് ദ ബസ് ടു വർക്ക്. ഷീ യൂഷ്വലി. അപ്പൊ പൊതുവെ എന്നൊക്കെ പറയാൻ നമ്മൾ യൂഷ്വലി എന്നാണ് യൂസ് ചെയ്യുക. അവൾ ഇടയ്ക്കിടെ അവളുടെ പാരൻസിനെ കാണാൻ പോകും. ഷീ ഫ്രീക്വന്റ്ലി വിസിറ്റ്സ് ഹർ പാരൻസ്. അപ്പൊ ഇടയ്ക്കിടെ എന്ന് പറയാൻ ഓഫൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി എന്ന് പറയാം. അവൾ ഒരിക്കലും ജിമ്മിൽ പോകാറില്ല. ഷീ റെയർലി ഗോസ് ടു ദ ജിം, അല്ലെങ്കിൽ ഷീ നെവർ ഗോസ് ടു ദ ജിം, അല്ലെങ്കിൽ ഷീ സെൽഡം ഗോസ് ടു ദ ജിം എന്ന് പറയാം. പക്ഷെ ഇടയ്ക്കൊക്കെ ഒരിക്കൽ അവൾ എന്ത് ചെയ്യും? ഷീ ഗോസ് ടു എ വാക്ക്. അവൾ നടക്കാൻ പോകും. ഇതെങ്ങനെ പറയാ? വൺസ് ഇൻ എ വൈൽ ഷീ ഗോസ് ഫോർ എ വാക്ക്. ഗോസ് ടു എ വാക്ക് അല്ല, ഗോസ് ഫോർ എ വാക്ക്. അവൾ നടക്കാൻ പോകും. വൺസ് ഇൻ എ വൈൽ എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ദിവസത്തിൽ ഒരിക്കൽ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ അവൾ എന്ത് ചെയ്യും? അവൾ നടക്കാൻ പോകും. അതിന് വേറൊരു വേർഡ് എന്താ? ഒക്കേഷണലി. ഒക്കേഷണലി ഷീ ഗോസ് ഫോർ എ വാക്ക്. അപ്പൊ സമയം പറയാനുള്ള കുറച്ച് വേർഡ്സ് ആണ് നമ്മളിവിടെ പഠിച്ചത്. ഏതൊക്കെയാ? ഓൾവേസ്, യൂഷ്വലി, ഫ്രീക്വന്റ്ലി, റെയർലി, സെൽഡം, വൺസ് ഇൻ എ വൈൽ. അപ്പോൾ ഇതുപോലെ ഒരുപാട് വേർഡ്സ് പഠിച്ചാൽ നമ്മുടെ വൊക്കാബുലറി ഒരുപാട് നന്നാവും. വിൽ ബി ഏബിൾ ടു സ്പീക്ക് എ ലോട്ട് ഓഫ് വേർഡ്സ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അതും ഒരു പേഴ്സണൽ ട്രെയിനർ സഹായത്തോടു കൂടെ നിങ്ങളെ വീട്ടിലിരുന്ന് നിങ്ങളെ ഫ്രീ ആവുന്ന സമയത്ത്. സോ അതിനുവേണ്ടി ക്ലിക്ക് ഓൺ ദ ലിങ്ക് ബിലോ ആൻഡ് ജോയിൻ ഇംഗ്ലീഷ് ഹൗസ്.